ഒട്ടേറെ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ആമസോൺ മഴക്കാടുകളുടെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ നടന്നു തീർത്ത രണ്ടുപേർ. എഡ് സ്റ്റഫോർഡ് എന്ന മുൻ ഇംഗ്ലീഷ് ആർമി ക്യാപ്റ്റൻ, പെറൂവിയൻ വന്യജീവി എക്സ്പെർട്ടായ എഡിയൽചോ സാഞ്ചസ് റിവേര. ഈ രണ്ടുപേർ ഏകദേശം 2.5 വർഷം കൊണ്ടാണ് അതിസാഹസികമായി ആമസോൺ കീഴടക്കിയത്. മനുഷ്യസ്പർശമേൽക്കാത്ത ആമസോൺ നദീതീരത്ത് കൂടി അറ്റ്ലാന്റിക് സമുദ്രം വരെ 10,000-ഓളം കിലോമീറ്റർ ഇവർ നടന്നു തീർത്തത് 28 മാസങ്ങൾ കൊണ്ടാണ്. ചെങ്കുത്തായ മലനിരകളും മരണം വിതയ്ക്കുന്ന അഗാധമായ കൊക്കകളും അപകടകാരികളായ വന്യജീവികളും വസിക്കുന്ന ആമസോൺ വനത്തിന്റെ നടുവിലൂടെ മരണത്തിനും ജീവിതത്തിനുമിടയിലെ നൂൽപാലത്തിലൂടെയായിരുന്നു അവർ നടന്നു നീങ്ങിയത്. തിരിച്ചെത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു യാത്ര. അത്യന്തം അപകടകരമായ ഈ സാഹസിക യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ എഡ് സ്റ്റഫോർഡിനെ ഈ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചു. എന്നാൽ ആമസോണിന്റെ അകത്തളങ്ങളിലെ രഹസ്യമറിയാനുള്ള കൗതുകം മൂലം യാത്ര പുറപ്പെടാൻ തന്നെ എഡ് സ്റ്റഫോർഡ് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ 2008 ഏപ്രിൽ 2-ന് പെറുവിലെ കാമാനയിൽ നിന്നും യാത്ര പുറപ്പെട്ട എഡിനൊപ്പം ലൂക്ക് കോളിയർ എന്ന സുഹൃത്തു കൂടി അനുഗമിച്ചു. മരണത്തോട് മല്ലടിച്ച 3 മാസത്തെ യാത്രയ്ക്ക് ശേഷം ലൂക്ക് കോളിയർ ഈ യാത്രയിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഒറ്റപ്പെട്ടു പോയെങ്കിലും പിന്മാറാതെ യാത്ര തുടർന്ന എഡ് പിന്നീട് പെറുവിലെ വനം വകുപ്പ് ജീവനക്കാരനും വന്യജീവി എക്സ്പെർട്ടുമായ എഡിയൽചോയെ പരിചയപ്പെട്ടു. എഡിനൊപ്പം യാത്ര ചെയ്യാൻ ചോ തയ്യാറായി. പകുതി ആവേശത്തോടെയും പകുതി ഭയത്തോടെയുമാണ് യാത്ര തുടർന്നതെന്ന് ഇവർ പിന്നീട് തുറന്നു സമ്മതിക്കുകയുണ്ടായി. അവരുടെ യാത്ര 861 ദിവസങ്ങൾ പിന്നിട്ട് ആമസോൺ കീഴടക്കി പുറം ലോകത്തേക്ക് വന്നപ്പോൾ വാർത്താ മാധ്യമങ്ങൾ എഡിന്റെ ഈ തീരുമാനത്തെക്കുറിച്ച് ചോയോട് ചോദിച്ചു. അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാവരും പറഞ്ഞതുപോലെ എഡ് ഒരു ഭ്രാന്തനാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും അപകടകരമായ ഒരു യാത്രയ്ക്ക് അദ്ദേഹം തയ്യാറാകുമോ? അതോടൊപ്പം ഒന്നുകൂടി കൂട്ടിച്ചേർക്കട്ടെ, ലോകത്തെ മാറ്റിമറിക്കാൻ ഇത്തരം ഭ്രാന്തന്മാർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഒട്ടനവധി പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് അവർ രണ്ടുപേരും ആമസോൺ യാത്ര പൂർത്തിയാക്കുന്നത്. കൊതുകും മലമ്പാമ്പും അനാക്കോണ്ടയും മഴയും വെയിലും കൊടുങ്കാറ്റും പ്രകൃതിയും ദിനം തോറും തീർത്ത പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് അവർ കൊടുങ്കാട്ടിലൂടെ നടന്നു നീങ്ങിയത്. വഴികാട്ടാൻ നീണ്ടുകിടക്കുന്ന ആമസോൺ നദിയും ഈ നദിയുടെ മറുവശത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരമുണ്ടെന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. ഇതിനിടയിൽ കൊള്ളസംഘത്തിൽപ്പെട്ടവരെന്ന് തെറ്റിദ്ധരിച്ച് ഇവർ രണ്ടുപേരും വനം വകുപ്പിന്റെ പിടിയിലായി. അവിടെ നിന്നും മോചിപ്പിക്കപ്പെട്ട് യാത്ര തുടർന്ന അവർ യാത്രയുടെ മറ്റൊരു ഘട്ടത്തിൽ വനവാസികളുടെ പിടിയിലകപ്പെടുകയും 48 മണിക്കൂറിന് ശേഷമാണ് അവർ അവിടെ നിന്നും മോചിപ്പിക്കപ്പെടുന്നത്. പുറം ലോകമറിയാത്ത കാട്ടുവാസികളുടെയും വന്യജീവികളുടെയും ആവാസ സ്ഥലമാണ് ആമസോൺ മഴക്കാടുകൾ. ഇന്നും നിരവധി കഥകൾ ആമസോൺ മഴക്കാടുകളെ കുറിച്ചും അതിനുള്ളിൽ ജീവിക്കുന്ന അപകടകാരികളായ വനമനുഷ്യരെ കുറിച്ചും നമ്മൾ കേൾക്കുന്നുണ്ട്. വർഷങ്ങളോളം അവർ വനത്തിനുള്ളിലൂടെ നടന്നു നീങ്ങിയെങ്കിലും ഓരോ ചുവടുവെപ്പിലും തരണം ചെയ്യേണ്ടി വന്നത് നിരവധി അപകട സാധ്യതകളെയായിരുന്നു. ഇരുൾ മൂടിയ ഘോരവനത്തിനുള്ളിൽ പേടിച്ചു വിറച്ച് കഴിച്ചുകൂട്ടിയ ദിനരാത്രങ്ങൾ, ആമസോൺ നദിയിൽ നിന്ന് മീൻ പിടിച്ച് ചുട്ടുതിന്നും കാട്ടുപഴങ്ങൾ ഭക്ഷിച്ചും കാട്ടാറിലെ വെള്ളം കുടിച്ചും കടന്നുപോയ വർഷങ്ങൾ. അങ്ങനെ അവരുടെ യാത്ര 861 ദിവസങ്ങൾ പിന്നിട്ട് 2010 ആഗസ്റ്റ് 8-ന് നോർത്ത് ബ്രസീലിയൻ ബീച്ചായ മറുഡയിൽ അവസാനിക്കുമ്പോൾ അതൊരു സാഹസിക യാത്ര മാത്രമായിരുന്നില്ല. ഉപജീവനത്തിന്റെയും മരണത്തോട് മല്ലടിച്ച് ജീവൻ നിലനിർത്താനുള്ള രണ്ടുപേരുടെ പോരാട്ടത്തിന്റെയും കൂടി
ചരിത്രമായി തീർന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് തിരിച്ചെത്തിയ ഇവരുടെ യാത്രാജീവിതം CNN-ഉം BBC-യും ഡിസ്കവറിയും പോലുള്ള വാർത്താ മാധ്യമങ്ങൾ ലോകമൊട്ടാകെ സംപ്രേഷണം ചെയ്തു. അന്നു മുതൽ അങ്ങോട്ട് അവർക്ക് രണ്ടുപേർക്കും പുരസ്കാരങ്ങളുടെ കാലമായിരുന്നു. വാക്കിംഗ് ഇന്ത്യ ആമസോൺ എന്ന TV പ്രോഗ്രാം 2 ഭാഗങ്ങളായി ഡിസ്കവറി ചാനൽ സംപ്രേഷണം ചെയ്തു. വാക്കിംഗ് ഇന്ത്യ ആമസോൺ 861 ഡേയ്സ് എന്ന പുസ്തകം പിന്നീട് എഡ് സ്റ്റഫോർഡ് രചിച്ചു. 2010 നാഷണൽ ജിയോഗ്രഫിക് അഡ്വഞ്ചറേഴ്സ് ഓഫ് ദി ഇയർ അവാർഡ്, 2011 മാർച്ചിൽ യൂറോപ്യൻ അഡ്വഞ്ചറേഴ്സ് ഓഫ് ദി ഇയർ അവാർഡ്, 2011 ഗിന്നസ് വേൾഡ് റെക്കോർഡ്, 2012 ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ, 2011 റോയൽ സ്കോട്ടിഷ് ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയുടെ മുൻഗോ പാർക്ക് മെഡൽ തുടങ്ങി നിരവധി പുരസ്കാരങ്ങളാണ് ഇവർ രണ്ടുപേരെയും തേടിയെത്തിയത്. 2012 ഓഗസ്റ്റിൽ ഡിസ്കവറി ചാനലിനായി എഡ് സ്റ്റഫോർഡ് 3 ഭാഗങ്ങളുള്ള ഒരു പ്രത്യേക പരിപാടി ചിത്രീകരിച്ചു. ആത്യന്തികമായി ലോകത്തിലെ ഏറ്റവും വലിയ നദിയിലൂടെയും ഭൂമിയിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള ആവാസ വ്യവസ്ഥയിലൂടെയും ധീരമായ ഒരു യാത്രയിലൂടെ ലോക ജനതയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇവരുടെ സാഹസിക യാത്രയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ലോകത്താകമാനമുള്ള സഞ്ചാരികളിൽ ഈ യാത്ര എത്തിച്ച പ്രകമ്പനം ചെറുതായിരുന്നില്ല. ഇന്ത്യയിൽ നിന്ന് പോലും ആമസോൺ മഴക്കാടുകളിലേക്ക് സഞ്ചാരികൾ ഒഴുകാൻ തുടങ്ങി. നിരവധി നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ബ്രസീലും പെറുവും പ്രത്യേക ആമസോൺ പാക്കേജുകൾ നടപ്പിലാക്കുന്നു. ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിലെ നിരവധി പേർ ഇത്തരം യാത്രകൾ ആവേശത്തോടെ ഏറ്റെടുത്തു. പ്രിയപ്പെട്ട പലതും വിട്ടാണ് എഡ് സ്റ്റഫോർഡ് ഈ യാത്ര പുറപ്പെടുന്നത്. എന്തുകൊണ്ടും കഠിനമായ ഒരു തീരുമാനമായിരുന്നു അതെന്നാണ് എഡ് സ്റ്റഫോർഡ് ഇതേക്കുറിച്ച് പറഞ്ഞത്. തിരിച്ചെത്തണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള ശേഷിയുണ്ടാകുമെന്ന് ആ സമയത്ത് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്രേ.